യേശുക്രിസ്തു കുരിശ് ചുമന്നുപോയ വഴിയും കുരിശിൽ മരണം വരിച്ച ഗാഗുൽത്ത മലയും വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് യേശുവിനെ അടക്കം ചെയ്ത കല്ലറയും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വിശുദ്ധ നാട്ടിലെ മറ്റു വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് ഷെറിൻസ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇസ്രായേലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ കാണുന്നത് ലയൺസ് ഗേറ്റ് ആണ്. അതായത് ജെറുസലേം നഗരത്തിന്റെ കോട്ടമതിലുണ്ട്. ആ കോട്ടമതിലിന് 8 ഗേറ്റുകളുണ്ട്. അതിലൊന്നാണ് ലയൺസ് ഗേറ്റ്. അതുവഴി നമ്മൾ ജെറുസലേം പട്ടണത്തിലോട്ട്, പഴയ സിറ്റിയിലോട്ട് നമ്മൾ അകത്തോട്ട് പ്രവേശിച്ചു. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പീലാത്തോസിന്റെ കൊട്ടാരമാണ്. നമ്മുടെ അരമന, അരമന ഉണ്ടായിരുന്ന സ്ഥലം. നമ്മുടെ ഇപ്പോൾ ഷൈൻ ചേച്ചിയുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്നത് ആക്ച്വലി അതിനുശേഷം കുരിശിന്റെ വഴി എന്ന രീതിയിൽ ഒന്നാം സ്ഥലം, രണ്ടാം സ്ഥലമൊക്കെ ഇല്ലേ? പീലാത്തോസിന്റെ അരമനയാണ് ഒന്നാം സ്ഥലം. അവിടെ വെച്ചാണല്ലോ ന്യായവിധി. നമ്മള് വെച്ചമൻ തോട്ടം കണ്ടു. വെച്ചമൻ തോട്ടത്തിൽ നിന്ന് ബന്ധനസ്ഥനായി കൊണ്ടുവന്ന ഈശോയെ ആദ്യം കൊണ്ടുവന്നത് പീലാത്തോസിന്റെ അടുത്തേക്കാണ്. പീലാത്തോസ് ഈ മനുഷ്യനിൽ ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കയ്യാഫാസിന്റെ അടുത്തേക്ക് അയച്ചു. കയ്യാഫാസിന്റെ അവിടെ നിന്ന് കയ്യാഫാസ് വീണ്ടും പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. അപ്പോൾ ഈ കയ്യാഫാസിൻ്റെ അടുത്ത് കൊണ്ടുപോയ സമയത്ത് അവിടെ ഈശോ ഒരു തടവറയിലൊക്കെ ഇടുന്നുണ്ട്. ആ ഒരു സ്ഥലമൊക്കെ നമുക്ക് ഇനിയും കാണാനുണ്ട്. അപ്പോൾ രണ്ടാമത് വീണ്ടും പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് പീലാത്തോസ് കൈ കഴുകി പറഞ്ഞത് എന്താ പറയുക, അന്യായമായിട്ട് വിധിക്കുക ചെയ്തത്. അങ്ങനെ ബറാബാസിനെ വിട്ടുകൊടുത്ത് ഈശോയെ കുരിശിൽ തറയ്ക്കാനായിട്ട് ന്യായവിധി നടത്തിയ പീലാത്തോസിന്റെ അരമനയിലേക്കാണ്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി അന്യായമായിട്ട് പീലാത്തോസ് ഈശോയെ കുരിശുമരണത്തിന് വിധിക്കുന്നു. ബറാബാസിനെ ആളുകൾക്ക് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ന്യായവിധി നടന്ന സ്ഥലമുണ്ട്. ഈശോ പീലാത്തോസിന്റെ മുൻപിൽ പടികളിൽ നിന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നും പടികളൊക്കെ ഇവിടുന്ന് നീക്കം ചെയ്ത് റോമിന് കൊണ്ടുപോയി. അവസാന പടിയുടെ ഒരു ചെറിയ നിമിഷം മാത്രം നമുക്കിവിടെ കാണാം. അതുകൂടാതെ ന്യായവിധിക്ക് ശേഷം കളത്തളത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരുടെയും കാണുക ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും മുൾക്കിരീടം ധരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിനൊരു പ്രത്യേക സ്ഥലമുണ്ട്. ഇവിടെയാണ് ഒന്നാം സ്റ്റേഷൻ, കുരിശിൻ്റെ വഴിയുടെ ഒന്നാം സ്ഥലം. ഇവിടെ ഒന്നൊന്ന് എഴുതിയിട്ടുണ്ടേ, ഒന്നാം സ്ഥലമാണ് പീലാത്തോസിന്റെ അരമന. നമ്മളിപ്പോൾ ഈ കയറുന്നത് പള്ളിയുടെ ഭാഗത്തോട്ടാണ്. ഇത് പള്ളിയാണ്. പീലാത്തോസിൻ്റെ അരമന ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കുന്ന ഈ ഭാഗത്താണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ അൾത്താരയുടെ പുറകിലായിട്ട് ഒരു രൂപം കാണാം. അതായത് വിചാരണ ചെയ്യുന്ന രൂപം. അതിൻ്റെ താഴെയായിട്ടൊരു സ്റ്റെപ്പ് കണ്ടോ? ഈ സ്റ്റെപ്പ് അന്നുണ്ടായിരുന്ന ഒറിജിനൽ സ്റ്റെപ്പാണ്. ബാക്കി ഭാഗങ്ങളെല്ലാം റോമിലോട്ട് കൊണ്ടുപോയി. അന്നുണ്ടായിരുന്ന അതേ പഴക്കമുള്ള അതേ സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത്. അത് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. യേശുവിനെ വിചാരണ ചെയ്ത ആ ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പണ്ടുണ്ടായിരുന്ന ബിൽഡിങ്സിൻ്റെ ഭാഗമായിരിക്കണം. ഇവിടെ കുറേ കല്ലുകളൊക്കെ കാണാം. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് യേശുവിനെ ചാട്ടവാറ അടിക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു സ്ഥലത്തേക്കാണ്. തൊട്ടടുത്ത് തന്നെയാണ്. അതും ആക്ച്വലി ഒരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചർച്ച് ഓഫ് ഫ്ലാഗ്ലേഷൻ. യേശുവിനെ ന്യായവിധിക്ക് ശേഷം ചാട്ടവാറ അടിക്കുകയും മുൾക്കിരീടം ധരിപ്പിക്കുകയും ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. ഇന്നിപ്പോൾ ഇതൊരു പള്ളിയാണ്. ഇവിടെ അൾത്താരയുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുകളിൽ മുൾക്കിരീടത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് അടുത്ത സ്ഥലത്തോട്ട്, രണ്ടാം സ്ഥലം. വിചാരിക്കുന്ന പോലെ അത്ര ദൂരമില്ല. പിന്നെ മലയും കുന്നുമല്ല. അതെ, പണ്ടത്തെ പോലെ മലയല്ല. അപ്പോൾ ഒന്നാം സ്ഥലം പീലാത്തോസിന്റെ അരമനയാണ് ഈ കാണുന്നത്. രണ്ടാം സ്ഥലം തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് രണ്ടാം സ്ഥലം. അപ്പോൾ ഇവിടെ നിന്നാണ് ഈശോ കുരിശ് ചുമന്ന് തുടങ്ങുന്നത്. രണ്ടാം സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ കടയിലൊക്കെ കുറേ സൂനിയറുകൾ മേടിക്കാൻ കിട്ടും കേട്ടോ. മുൾക്കിരീടം വരെ മേടിക്കാം. അത് നോക്കി, മുൾക്കിരീടം ഇരിക്കുന്നത് ഉണ്ടോ? കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മളിപ്പോൾ നടക്കുന്ന ഈ വഴി എന്ന് പറഞ്ഞാൽ അന്ന് ഈശോ കുരിശ് ചുമന്ന് നടന്ന ആ ഒരു വഴിയാണ് കേട്ടോ. അതാണോ മൂന്നാം സ്ഥലം? യെസ്. ഇവിടെ നിറച്ച ആൾക്കാരാണല്ലോ. ഓ ഓക്കെ. ഇവിടെ പട്ടാളക്കാരൊക്കെ ഉണ്ടോ? അതേ എൻ്റെ പൊന്ന്, ഒരു മുഖത്തൊക്കെ ചിരിക്കൊന്നുമില്ല. യെസ്. ഇവിടെ ഒരു മാർക്കറ്റ് ഏരിയയും കൂടിയാണ്. ഇതാണ് മൂന്നാം സ്ഥലം. ഈശോ കുരിശുമായി ഒന്നാം പ്രാവശ്യം വീഴുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. നാലാം സ്ഥലം തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ്. ഇതേ കണ്ട, ഇവിടെയാണ് നാലാം സ്ഥലം. അപ്പോൾ ഇതാണ് നാലാം സ്ഥലം കേട്ടോ. അതായത് ഈശോ തൻ്റെ മാതാവിനെ കാണുന്ന ആ ഒരു സ്ഥലം. അയ്യോ, പള്ളി അടച്ചിട്ടേക്കാണല്ലേ. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണല്ലേ കാണുന്നത്. ഓക്കെ. ഇപ്പം നമ്മൾ പോകുന്ന വഴി അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണ്. പണ്ട് മൂന്നാം സ്ഥലം കഴിഞ്ഞിട്ട് ഇങ്ങനെയായിരുന്നു. വഴി വ്യത്യാസമുണ്ട്. മാതാവിനെ ഈശോയെ കണ്ട സ്ഥലമൊക്കെ
ഒരു ഗ്രോട്ടോ ആയിട്ട് അത് ഇതിന്റെ ഉള്ളിലാണ്. അതൊന്നും കാണാൻ പറ്റില്ല. ഇതിന്റെ എൻട്രൻസ് മാത്രമേ നമുക്ക് കാണാൻ. ഇവിടെ ഭക്തിപരമായിട്ടൊക്കെ നമ്മൾ കുരിശിൻ്റെ വഴിക്ക് വന്നാൽ ഇത്തിരി ഫീല് കുറയാൻ സാധ്യതയുണ്ട്. ഇവിടെ പാട്ടൊക്കെ വെച്ച് ഭയങ്കര തകർപ്പാട്. നമ്മളിപ്പോൾ 5ാം സ്ഥലത്തോട്ട് നടക്കുകയാണ്. അപ്പോൾ നടക്കുന്ന വഴിയിൽ ഫുള്ള് ഒരുപാട് ഡ്രസ്സുകൾ, സംഭവങ്ങൾ. ഇതൊരു ആക്ച്വലി മാർക്കറ്റ് ഏരിയ പോലെ ഉണ്ട്. കുറേ സാധനങ്ങളൊക്കെ മേടിക്കാതെ വളയൊക്കെ ഉണ്ട്. അതേ കൊന്ത നാട്ടിലെ ചന്ദനത്തിരിയോ? ഇതോ അവിടെ നിന്ന് തന്നെയാണോ? ശരി. ഇത് കുന്തിരിക്കാണോ? ഓ, ഇവിടെ ഇന്ന് നല്ല തിരക്കാണല്ലോ. എല്ലാ ദിവസവും തിരക്കുണ്ടോ? ഇത് ആക്ച്വലി മാർക്കറ്റ് ഏരിയ പോലെ ഉണ്ടല്ലോ. മാർക്കറ്റ് തന്നെയാണല്ലേ? മാർക്കറ്റാണ്. ആദ്യം 5ാം സ്ഥലം എത്തി. 5ാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്ന സ്റ്റേഷനാണ്. പുരുഷന്റെ ഭാരം താങ്ങാനാവാതെ ഈശോ നിലത്ത് കൈകുത്തിയിരുന്നു. ഈശോയുടെ കൈപ്പത്തി കല്ല് പറഞ്ഞ് ആ കല്ല് ഇവിടെ ഭിത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഓ, അതാണല്ലോ ഇത്. കുരിശിന്റെ ഭാരം താങ്ങാനാവാതെ ഈശോ കൈ താഴ്ത്തു കുത്തിയപ്പോൾ ഈശോന്റെ കൈ പതിഞ്ഞ പാറയാണ് ഈ കാണുന്നത്. കണ്ടോ? ആളുകൾ ഇവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. 5ാം സ്ഥലം ശിമയോൻ ഈശോനെ കാണുന്ന സ്ഥലമാണ് 5ാം സ്ഥലം കേട്ടോ. അമ്പൂതി ഇത് നോക്കി, പൂച്ച നോക്കി, എന്ത് ഭംഗിയല്ലേ. അതുള്ള. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നടക്കാണ്. ഈശോ കുരിശിൻ ചുമന്ന് നടന്ന ഗാഗുൽത്ത മലയിലേക്ക് പോയ അതേ വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് 6ാം സ്ഥലം. വെറോനിക്ക ഈശോയുടെ തുരുമുഖം തുടയ്ക്കുന്ന ആ ഒരു സ്ഥലം. ഇവിടെ വെച്ചിട്ടാണ് അത് നടക്കണം കേട്ടോ. ഈ സ്ഥലങ്ങൾ ഫുള്ള് ക്യാമറയാണ് കേട്ടോ. ഒരു ഇഞ്ച് സ്ഥലം പോലും വിട്ടിട്ടില്ലല്ലേ. എല്ലാ സ്ഥലം അരിച്ച് പെറുക്കി ക്യാമറ വെച്ചിട്ടുണ്ട്. അമ്മാരി സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ്. അതെ, ഫുള്ള് നിരീക്ഷണത്തിലാണ്. പൊതുവെ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമാണല്ലോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ 7ാം സ്ഥലത്തെത്തി. ഈശോ 2ാം തവണ വീഴുന്നു. ഈ ചേച്ചി ഒരു വണ്ടിയിൽ പോകണമെങ്കിൽ അടിപൊളി ബാറ്ററി വണ്ടിയാണ്. കൊള്ളാലോ. ഇവിടെ പിന്നെ ഇങ്ങനത്തെ വണ്ടിയും കൊണ്ട് പോകാൻ സുഖമാണ്, നല്ല രസമുണ്ട്. ഇപ്പം ഈ ഏരിയയിലൊക്കെ എനിക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വഴിയൊക്കെ പോകുന്നുണ്ട്. അത് അവിടെ കുറേ മാർക്കറ്റ് ഏരിയ ഉണ്ട്. ഇതിലാണോ പോണ്ട? 8ാം സ്ഥലത്തേക്കാണ് പോകുന്നത്. 8ാം സ്ഥലം. ഓ, അങ്ങനെ പോകണം അല്ലേ? പുതുക്കിപ്പണിത സിറ്റിയാണ്. ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ കിളർപ്പള്ളിയിലേക്കുള്ള വഴി അവിടെ നിന്നാണ്. ഇത് നമ്മൾ ഇവിടെ തിരിച്ച് വന്നിട്ട് വേണം. ഓക്കെ. അപ്പം നമ്മൾ 8ാം സ്ഥലത്തേക്ക് ഈ ഭാഗത്തോട്ടാണ് പോകേണ്ടത്. ഇത് പലതവണ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഒരു തവണ ഇത് അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 8ാം സ്ഥലം വന്നിട്ട് തിരിച്ച് നടന്ന് വേറെ വഴിയിലോട്ടാണ് പോകേണ്ടത്. ഇതാണ് ഈ കാണാണ് 8ാം സ്ഥലം. 8ാം സ്ഥലം ഓർസലേം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. കണ്ടോ? ഓർസലേം എന്ന് പറയുന്നത് അന്നത്തെ ജെറുസലേം എന്ന് വിളിക്കുന്ന പേരാണ് കേട്ടോ. എൻ്റെ മോനെ അവനാ വണ്ടി കൊണ്ട് പോകണമെങ്കിൽ നോക്കണ്ട്. ദൈവമായി പിടിക്ക്, തലയും കുത്തി വീഴും. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ്ടോ. ഇതാണ് 7ാം സ്ഥലം. ഇവിടെയാണ് 7ാം സ്ഥലം ഉള്ളത്. നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. 8ാം സ്ഥലം നമ്മൾ കണ്ടു. ഇത് പണ്ട് ഇങ്ങനത്തെ വഴിയൊന്നുമല്ല കേട്ടോ. പണ്ട് സാധാരണ മലയായിരുന്നു. ആ മലയിലോട്ടാണ് യേശുവിനെയും കൊണ്ട് അവർ കയറുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പല കാലഘട്ടം 12,000 വർഷമില്ലേ. അപ്പോൾ പല കാലഘട്ടങ്ങളിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. ബിൽഡിങ്സിനും വഴിക്കും ഒക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രീതി ഇങ്ങനെയാണ്. നമ്മളപ്പോൾ 9ാം സ്ഥലത്തോട്ട് ജസ്റ്റ് ഒരു ടേൺ എടുക്കുന്നു. മുകളിലോട്ടാണ് പോകേണ്ടത്. ആദ്യം പൂച്ചകൾ എന്നെ കണ്ടിരിക്കും നോക്കി. യെസ്, മുകളിലോട്ട് പോവാം. നമ്മൾ മുകളിലോട്ട് ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞ ശേഷം ഇങ്ങനൊരു ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇത്തിരി കുറവാണ് കേട്ടോ. കുറച്ച് സൈലൻ്റ് ഏരിയ ആണ്. ഇവിടെ തൊട്ടാണ് പ്രധാന സ്ഥലങ്ങൾ തുടങ്ങുക. അതായത് 9ാം സ്ഥലം തൊട്ടാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഫീലൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് 9ാം സ്ഥലം കേട്ടോ. 3ാം പ്രാവശ്യം വീഴുന്നു. ഇനിയുള്ള 10, 11, 12, 13, 14 സ്ഥലങ്ങൾ നമ്മുടെ ഈശോയുടെ തിരുക്കല്ലറ ദേവാലയത്തിൻ്റെ ഉള്ളിലാണ്. ഹോളി സെപ്പൾക്കർ, അങ്ങനെയാണ് ആ പള്ളിയുടെ പേര്. അതായത് ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നതും കുരിശിൽ തറയ്ക്കുന്നതും കുരിശിൽ മരിക്കുന്നതും കുരിശിൽ നിറയ്ക്ക് മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നതും ഈശോയുടെ മരണവും എല്ലാം അതിൻ്റെ ഉള്ളിലാണ്. ആ എല്ലാ പാട്ടും കൂടെ ചേർത്തിട്ടാണ് തിരുക്കല്ലറ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിനി തിരുക്കല്ലറ ദേവാലയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ വിശ്വാസികളായിട്ടുള്ളവർ കുരിശിൻ്റെ വഴി ചൊല്ലി വരുന്നവർക്ക്
അതിനുള്ളിൽ ബാക്കി നമുക്ക് ഉള്ള സ്റ്റേഷൻസ് ചൊല്ലി തീർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു പ്ലോട്ട് ഉണ്ട്, ഒരു ഇടുക്കുള് പോലൊരു, അതിൻ്റെ ചുറ്റും ഈ ബാക്കിയുള്ള സ്റ്റേഷൻസ് ചൊല്ലി തീർത്തിട്ടാണ് എല്ലാവരും നമ്മുടെ കല്ലറ പള്ളിയിലേക്കുള്ളിലേക്ക് കയറുന്നത്. ഈ കട നമ്മുടെ കോപ്റ്റിക് ഓർത്തഡോക്സിൻ്റെ ഒരു വൈദികൻ്റെ ഷോപ്പാണ്. നമുക്ക് പുറത്ത് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ വില കുറവിലും, അതുപോലെ തന്നെ ഇതിനൊരു ലക്ഷ്യമുണ്ട്. അവർക്ക് ഓർഫനേജ് നടത്തുന്ന അച്ഛന്മാരാണ്. നമ്മളിവിടെ വന്ന് വാങ്ങുമ്പോഴത്തേക്കും അവരെ നമ്മൾ സഹായിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. പുറത്ത് മാർക്കറ്റിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വിലയുടെ വ്യത്യാസമുണ്ട്. റോസറീസ് ഒക്കെ ആണെങ്കിലും ഈ പള്ളി 10ാം സ്ഥലം കയറുന്നതിന് മുമ്പ് നമ്മൾ 9ാം സ്ഥലം കഴിഞ്ഞിട്ട് ഇത്തിരി മുന്നോട്ട് വരുന്ന സ്ഥലത്ത് അകത്തോട്ട് കയറി വന്നാൽ മതി. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കോപ്റ്റിക് ഓർത്തഡോക്സ് പാട്രിയാർക്ക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡുണ്ട്. ഇവിടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ന്യായമായ വിലയിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ പുറത്തോ പോലെയല്ല, ഇതിനകത്ത് നമുക്ക് ഹോളി തിങ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ബിസിനസ് പരമായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഹോളി ലാൻഡിൽ നിന്ന് തിരിച്ച് നാട്ടിൽ ചെന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഒരുമിച്ച് നമുക്ക് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കല്ലറപ്പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ ഈശോയുടെ കല്ലറയിലും ഈശോയുടെ തിരുശരീരം കിടത്തിയ കല്ല്, കുരിശ് നിന്നിരുന്ന കാൽവരി, കുരിശ് കണ്ടെത്തിയ സ്ഥലം, അങ്ങനെ ഒരുപാട് പുണ്യസ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം വെച്ച് നമുക്ക് ഇത് പ്രാർത്ഥിച്ച് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം, നാട്ടിക്കൊണ്ട് കൊടുക്കാൻ. ഇവിടെ ഇത് കൊള്ളാലോ, അടിപൊളി കൊന്തല്ല, ഇത് ആക്ച്വലി കുരിശുള്ള മാലയാണ്. നൈസ് സാധനം. ഇത് കൊള്ളാം. കൊടുക്കുമ്പോഴേ എല്ലാവരും സ്വർണ്ണമെന്ന് പറഞ്ഞിരിക്കുന്നു. സ്വർണ്ണം പോലെ വൈറ്റ് ഗോൾഡും മിക്സ് ആയി. ഇവിടെ ഈ മാതാവിന്റെ രൂപമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് കൊള്ളാട്ടോ. ഇത് പല സംഭവങ്ങളും ഉണ്ട്. കുരിശ്, കൊന്ത, പല വെറൈറ്റി കൊന്തകൾ, പല കളറിലുള്ളതൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നൈസ്. ഇവിടെ ഒന്ന് മേടിക്കാൻ കേട്ടോ നല്ലത്. എല്ലാ സാധനവും ഇവിടെ നിന്ന് മേടിക്കാം. നമ്മളിവിടെ ഇസ്രായേലിൽ സഞ്ചരിക്കുമ്പോൾ ഈ സാധനങ്ങൾ തന്നെ പല സ്ഥലത്തും കാണാം, പക്ഷെ ഇവിടെ ഇത്തിരി വിലക്കുറവുണ്ട്. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, കൊന്തയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ, അത് നമുക്ക് ഫ്രണ്ട്സിനും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് മേടിച്ചാണ്, അച്ഛൻ്റെ കടയിൽ നിന്ന് തന്നെ മേടിച്ചു. വലിയ റേറ്റൊന്നും ആയില്ല, എല്ലാത്തിനും 25 ഷെക്കലും 50 ഷെക്കൽ എന്ന് പറഞ്ഞാൽ വലിയ വലിയ സാധനങ്ങൾ, കുഴപ്പമില്ലാത്ത റേറ്റാണ്. ആക്ച്വലി നമ്മൾ പോകേണ്ടത് ഈ കാണുന്ന പച്ച കളർ വാതിലുണ്ടോ, അതിൽ കൂടിയാണ് ആക്ച്വലി പള്ളിയുടെ ഉള്ളിലോട്ട് പോകേണ്ടത്. പക്ഷേ അതിപ്പോൾ ക്ലോസ് ചെയ്തു. പക്ഷേ നമുക്ക് അതിൽ വേറെ വഴി കൂടി പോകാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ കുരിശിൻ്റെ വഴി ചൊല്ലി വരുന്നവർ ഇവിടെ വെച്ചിട്ടാണ് അത് പൂർത്തിയാക്കണം. ഇതിന് വലം വെച്ചിട്ട് 10ാം സ്ഥലവും 11ാം സ്ഥലവും 14 സ്ഥലങ്ങൾ മൊത്തം തീർക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ചൊല്ലി തീർക്കുന്നത് കേട്ടോ. അതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറണത്. നമുക്കിനി ചുറ്റി പോകണം. ഇനി ആ വാതിൽ അടച്ചു. ഇപ്പോൾ സമയം എത്രയായി? 5 മണി, 5:45. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഒന്ന് ചുറ്റി ഒന്ന് വന്നു. ഇതാണ് ആ ദേവാലയം, കണ്ട, തിരുക്കല്ലറ ദേവാലയം. ഈ വാതിലിനൊരു പ്രത്യേകതയുണ്ട്. 2 പാളിയായിട്ട് തുറക്കുന്ന ഒരു തടി വാതിലാണ്. ഈ വാതിലിൻ്റെ താക്കോല് സൂക്ഷിക്കാനുള്ള അവകാശം 2 അറബ് ഫാമിലിക്കാണ്, അതായത് മുസ്ലിം ഫാമിലിക്കാണ്. അവരാണ് രാവിലെ ആ താക്കോല് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതും വൈകുന്നേരം ലോക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകും. അവരുടെ ആ ഫാമിലി മെമ്പേഴ്സിന് മാത്രമേ അതിന് അനുവാദമുള്ളൂ. പള്ളി അടയ്ക്കുന്നതിന് മുമ്പും തുറക്കുന്നതിന് മുമ്പും വരുന്ന വിശ്വാസികൾ ഇവിടെ കാത്തുനിന്ന് അവരെ പ്രത്യേകം സ്വീകരിച്ച് അവരാണ് ഈ താക്കോല് ഇവിടെ നിൽക്കുന്ന ആളുടെ കയ്യിൽ കൊടുത്ത് തുറപ്പിക്കുന്നത്, അടയ്ക്കുന്നതും അതുപോലെ തന്നെ. പിന്നെ ഈ ഡോറ് തുറക്കുന്നതും അടയ്ക്കുന്നതും കാലാവസ്ഥ അനുസരിച്ച് സമയ വ്യത്യാസമുണ്ട്. സമ്മറിൽ ലേറ്റായിട്ടേ തുറക്കുള്ളൂ, വിൻ്ററിൽ നേരത്തെ തുറക്കും. വൈകുന്നേരം സമ്മറിൽ ലേറ്റായിട്ടേ അടയ്ക്കുള്ളൂ, വിൻ്ററിൽ നേരത്തെ അടയ്ക്കും. നമ്മൾ തിരുക്കല്ലറ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. യേശുവിനെ കുരിശിൽ തറച്ച ഗാഗുൽത്ത മലയും യേശുവിൻ്റെ കല്ലറയും ഇവിടെയാണ് കേട്ടോ. നമ്മൾ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഭാഗം കണ്ടോ, ഇതാണ് ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് മരിച്ചതിന് ശേഷം താഴെ ഇറക്കി കിടത്തിയ ആ ഒരു പാറ. മൃതശരീരം ഇവിടെ കിടത്തി കല്ലറയിൽ അടയ്ക്കാൻ വേണ്ടി ആചാരപ്രകാരം സുഗന്ധദ്രവ്യം പൂശി വെള്ളക്കച്ചയിൽ പൊതിഞ്ഞത് ഈ കാണുന്ന ഭാഗത്ത് വെച്ചിട്ടാണ്. ഇവിടെ വരുന്ന വിശ്വാസികൾ ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വാങ്ങിയിട്ടുള്ള കൊന്തയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കും. ഇവിടെ വരുന്ന വിശ്വാസികൾ ഈ കല്ലിൽ തൊട്ട് അവിടെ കിടന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് കാൽവരി. ആ കാണുന്ന ലൈറ്റ് കണ്ടോ,
അവിടെയാണ് യേശുവിനെ കുരിശിൽ തറച്ച ഗാഗുൽത്ത മല. അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറി വേണം ആ ഭാഗത്തേക്ക് പോകാനായിട്ട്. നമ്മൾ കയറി വന്ന വാതിലിന്റെ വലതു ഭാഗത്താണ് ആ ഒരു സ്ഥലമുള്ളത്. ഈശോയെ കുരിശിൽ തറച്ചതിന്റെ നേരെ ഈ ഭാഗത്തായിട്ടാണ് കന്യാമറിയത്തിന്റെ വിലാപ സ്ഥലമുള്ളത്. ഇവിടെയാണ് വ്യാകുലമാതാവിന് വേണ്ടിയിട്ടുള്ള സ്ഥലം. കുരിശിൽ കിടക്കുന്ന യേശുവിനെ നോക്കി വ്യാകുലപ്പെട്ട് നിന്ന മാതാവിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു കെടാവിളക്കുണ്ട്. നമുക്കും ഇവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കാണ്ട് സാധിക്കും. നമ്മൾ കയറി വന്ന വാതിലിന്റെ വലതുഭാഗത്ത് ഒരു സ്റ്റെപ്പുകൾ കാണാം. ഇത് കയറി ചെല്ലുന്നതാണ് ഗാഗുൽത്ത മല. 9-ാം സ്ഥലം വരെ നമ്മൾ കണ്ടിരുന്നു. ഈ 10, 11, 12, 13 സ്ഥലങ്ങൾ ഈ പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ്. സ്റ്റെപ്പ് കയറി ചെല്ലുന്നതിന്റെ വലതുഭാഗത്താണ് 10-ാം സ്ഥലം ഉള്ളത്. യേശുവിന്റെ തിരുവസ്ത്രങ്ങൾ ഉരിക്കപ്പെട്ട സ്ഥലം. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് യേശുവിനെ കുരിശിൽ തറച്ചത്. ഈ കാണുന്ന സ്ഥലത്ത് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട് പീഡാനുഭവങ്ങൾ ഏറ്റ് ഇടതും വലതും 2 കള്ളന്മാരോടൊപ്പം കുരിശിൽ തറച്ച ആ ഒരു സ്ഥലം. യേശു കുരിശിൽ കിടന്നു പറഞ്ഞു, ഏലി ഏലി ലാമ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഇവിടെ അന്ന് കുരിശ് നാട്ടിയിരുന്ന സ്ഥലത്ത് ആ പാറ നമുക്ക് കാണാം. അവിടെ തൊട്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ഞാനും ക്യൂ നിന്ന് ആ പാറയിൽ തൊട്ടു. ബാക്കി ഭാഗങ്ങളൊക്കെ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ കുരിശിൽ കിടന്ന് യേശു മരിക്കുമ്പോൾ യേശുവിൻ്റെ അവസാന വാക്കുകളായിരുന്നു, പിതാവേ അങ്ങയുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നു പറഞ്ഞ് യേശു കുരിശിൽ മരിക്കുമ്പോൾ പ്രേതാലയങ്ങൾ തുറക്കപ്പെടുകയും ഭൂകമ്പങ്ങൾ സംഭവിക്കുകയും പാറകൾ പിളർക്കപ്പെടുകയും ചെയ്തു. ആ പിളർന്ന പാറയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ കണ്ട ഗാഗുൽത്ത മലയുടെ താഴെ ഭാഗമാണത്. ഇവിടെ കാണുന്ന ഈ ഭാഗം ഈശോയെ കുരിശിൽ തറച്ചപ്പോൾ യേശുവിൻ്റെ രക്തം ആ കുരിശ് വഴി പാറയിലേക്ക് ഒഴുകി ആ രക്തം വീണ പാറയാണ് ഇത് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഗത്തെ പാറ എവിടെ പൊളിച്ച് നോക്കിയാലും ഈ ചുവന്ന കളറ് ഈ പാറയുടെ ഉള്ളിൽ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നത് ഇപ്പോൾ കണ്ട കാൽവരിയാണ്. അതിൻ്റെ താഴെ ഭാഗമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ കണ്ട ആ ചുവന്ന പാറയുള്ള ഭാഗം. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ടാണ് യേശുവിനെ തറച്ച കുരിശ് കണ്ടെത്തിയ സ്ഥലം. ഹെലൻ രാജ്ഞിക്ക് സ്വപ്നത്തിൽ ദർശനം കിട്ടുകയും കുരിശ് ഈ ഭാഗത്തുണ്ടെന്ന് മനസ്സിലാകുകയും അങ്ങനെ യേശുവിനെ തറച്ച കുരിശ് കണ്ടെത്തുകയും ചെയ്തത് ഇവിടെയാണ്. പല കാലഘട്ടങ്ങളിലായി ഭൂകമ്പങ്ങൾ സംഭവിക്കുകയും പല സാമ്രാജ്യ ശക്തികൾ വന്നതിൻ്റെയും ഫലമായിട്ട് ഈ പ്രദേശത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് പല ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും ശേഷമാണ് ഇതിൻ്റെ എല്ലാം സ്ഥാനം കണ്ടുപിടിച്ചത്. നമുക്ക് കുറച്ചുകൂടി താഴത്തോട്ട് ഇറങ്ങാനുണ്ട്. വിശുദ്ധ ഹെലൻ്റെ പേരിലാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഇതാണ് വിശുദ്ധ ഹെലൻ കുരിശ് പിടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റാച്ചു. അതിവിടെ കാണാട്ടോ. നേരെ ഈ ഭാഗത്താണ് യേശുവിൻ്റെ കുരിശ് കണ്ടെത്തിയ ആ ഒരു സ്ഥലം. ആ നേരെ കാണുന്ന ഭാഗം. ഇവിടെ മുഴുവനും പാറക്കെട്ടുകളാണ് കേട്ടോ. അതിൻ്റെ അടിയിലാണ് നമ്മളുള്ളത്. ഈ കാണുന്ന ഭാഗത്താണ് യേശുവിൻ്റെ കുരിശ് കണ്ടെത്തിയത്. അതിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വേറൊരു ഭാഗത്ത് ഒരു പാറക്കഷ്ണം ചില്ലിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഈശോ ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന പാറയുടെ ഭാഗമാണിത്. അതിൻ്റെ ഒരു പടവും ഇവിടെ കാണാം. ഒരു കല്ലിലിരുത്തിയാണ് മുൾക്കിരീടം വെച്ചത്. ഇതിൻ്റെ ബാക്കി ഭാഗം ഇറ്റലിയിലെ റോമിലേക്കാണ് കൊണ്ടുപോയത്. ഇവിടെ ഒരു ചാപ്പലുണ്ട്. ഈ ചാപ്പലിൻ്റെ ഈ ഭാഗത്തായിട്ട് കാണുന്ന കല്ല് കണ്ടോ? ഈശോനെ ചാട്ടാറ് വെച്ച് അടിക്കുന്ന സമയത്ത് അന്ന് ഉപയോഗിച്ചിരുന്ന കല്ലിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് കല്ലറ കാണാം. ഇപ്പോൾ കണ്ടതെല്ലാം ഒരു ഒറ്റ പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. ഈ കാണുന്നതാണ് യേശുവിനെ അടക്കിയ കല്ലറ. യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ സ്ഥലം. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ മുകളിൽ കാണുന്ന മകുടത്തിൽ ഒരു ദ്വാരം ഉള്ളത്. ഗ്രീക്ക് ഓർത്തഡോക്സ്, അർമേനിയ ഓർത്തഡോക്സ്, ലാറ്റിന് അതായത് ഫ്രാൻസിസ്കൻ ഓർഡർ, ഇങ്ങനെ പല വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ പള്ളിക്കുള്ളിലുള്ള പല ഭാഗങ്ങളും. ഈ ഗുഹ സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ച കവചമാണ് ഈ കാണുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് എഡിക്കുൾ. ഇതിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഗുഹയുള്ളത്. കല്ലറക്ക് അകത്ത് നമ്മൾ കയറുമ്പോൾ ഒരു ചെറിയ കല്ലിൻ്റെ ഭാഗം കാണാം. അന്നത്തെ കല്ലറ എന്ന് പറയുന്നത് ഒരു ഗുഹയാണ്.
ആ ഗുഹക്ക് മുന്നിൽ വട്ടത്തിൽ വലിയ കല്ലുകൾ കൊണ്ടുള്ള വാതിലുകൾ ഉണ്ടാകും. അതിൻ്റെ ഭാഗമാണ് ഇത്. ഈശോ ഉയർത്തെഴുന്നേറ്റ് പോയപ്പോഴാണ് ഈ കല്ലിൻ്റെ ഭാഗം ഉരുട്ടി മാറ്റപ്പെട്ട് കിടന്നത് മഗ്ദലേന മറിയം കാണുന്നത്. ഇനിയാണ് നമ്മൾ കല്ലറയുടെ ഉള്ളിലോട്ട് കയറുന്നത്. കുരിശുമരണത്തിന് ശേഷം യേശുവിനെ അടക്കിയ കല്ലറ. യേശുവിനെ കുരിശിൽ തറച്ച് മരിച്ചതിന് ശേഷം ആചാരപ്രകാരം സുഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശി വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കുരിശുമരണം വരിച്ചതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു ഗുഹയുണ്ടായിരുന്നു, ഒരു കല്ലറയുണ്ടായിരുന്നു. ആ ഗുഹയിലാണ് ഈശോയെ അടക്കം ചെയ്തത്. ആ ഗുഹയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ് പോയ കല്ലറ.